Hello, my name is Dr. Martin P. Sebastian. I am the consultant nephrologist at Erinipalam Malabar Hospital, Calicut. So I'm here to discuss few small things about kidney disease in general. I feel it will be better if we do this meeting in Malayalam. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും രണ്ട് വൃക്കകളാണുള്ളത്. വൃക്കകളുടെ ജോലി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ രക്തകോശങ്ങളെ, അത് ആർ ബി സിയുടെ ലൈഫ് സ്പാൻ കൂട്ടുക, അതിൻ്റെ ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന വൃക്കകളാണ്. ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഉപ്പുകളുടെ അളവ്, അതുകൂടാതെ ശരീരത്തിന്റെ അകത്തുള്ള ആന്തരിക അവസ്ഥ, ഇതെല്ലാം കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കുന്നത് വൃക്കകളാണ്. ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള അവയവങ്ങൾ, ഹൃദയമാകട്ടെ, ലിവർ ആകട്ടെ, തലച്ചോറാകട്ടെ, ഇതെല്ലാം കൃത്യമായി ശരിക്ക് പ്രവർത്തിക്കണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള രണ്ട് വൃക്കകൾ നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും പല രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടിട്ട് പേഷ്യൻസ് വൃക്ക തകരാറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറേഞ്ച്ഡ് ആവും, പേഷ്യൻറ്റിന് ഇതിൻ്റെ ലക്ഷണങ്ങൾ വന്നതോളം. ഇതിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, വൃക്കകൾ ഓൾമോസ്റ്റ് ഒരു 50% വർക്കിംഗ് കുറഞ്ഞ മാത്രമാണ് എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. ഇപ്പം ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമുക്കറിയാം, കിഡ്നിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നൊരു ടെസ്റ്റാണ്. ഈ ക്രിയാറ്റിൻ്റെ അളവ് പോലും നോർമൽ ലെവൽ മേലേക്ക് വരണമെങ്കിൽ 50% നമ്മുടെ വൃക്കകൾ പ്രവർത്തിക്കാതിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും കിഡ്നി ഡിസീസസ് കണ്ടെത്താൻ വഴുകാറുണ്ട്. ഇപ്പം എൻ്റെ ഒപിയിൽ വരുന്ന വൃക്ക രോഗികളെ നോക്കുകയാണെങ്കിൽ അതിലൊരു വലിയൊരു ശതമാനം ആൾക്കാരും അഡ്വാൻസ്ഡ് കിഡ്നി ഡിസീസ് ആയിട്ടാണ് എൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഓഫർ ചെയ്യാൻ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വളരെ കുറഞ്ഞു പോകും. അതുകൊണ്ട് വൃക്ക രോഗം ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗികൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. സാധാരണ വൃക്ക രോഗം കണ്ടുവരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ പ്രമേഹ രോഗം, ഹൈ ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല്, ഇങ്ങനെ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരിലാണ് ഏറ്റവും സാധാരണയായിട്ട് കിഡ്നി ഡിസീസസ് കണ്ടുവരുന്നത്. ഇതുകൂടാതെ മുമ്പ് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്, ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖം മുമ്പ് വന്നു പോയിട്ടുള്ള ആൾക്കാർ, ഇടയ്ക്കിടയ്ക്ക് മൂത്രപ്പഴുപ്പ് വരുന്ന ആൾക്കാർ, യൂറിൻ ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചെറുപ്രായത്തിലെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു കിഡ്നി രോഗമുള്ള ആൾക്കാർ, ഇവരിലൊക്കെയും കിഡ്നി പ്രശ്നങ്ങൾ കണ്ടു. അപ്പം ഈ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർക്ക് കിഡ്നി രോഗങ്ങൾ വളരെ നേരത്തെ നിർണയിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ റെഗുലറായിട്ട് ഒരു നെഫ്രോളജിൽ എപ്പോഴും ഉണ്ടാവണം. ഫോളോ അപ്പിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ 3 ടെസ്റ്റുകളാണ് മെയിനായിട്ട് നമ്മൾ പറയല്. യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ, ഒരു മൂത്ര പരിശോധനയാണ് യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ. പിന്നെ സിറം ക്രിയാറ്റിനിൻ ടെസ്റ്റ്. മൂന്നാമത്തത് അൾട്രാസൗണ്ട്, USG-KUB, അൾട്രാസൗണ്ട് കിഡ്നി യൂറേറ്റർ ബ്ലാഡർ. ഈ 3 ടെസ്റ്റുകളുടെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് കിഡ്നി രോഗികളെ സ്ക്രീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ ബ്ലഡ് പ്രഷറുള്ള ഒരു പേഷ്യൻ്റ് ആണ്, പണ്ടെപ്പോഴെങ്കിലും നെഞ്ചുവേദനയോ അറ്റാക്കോ അങ്ങനെ വന്നൊരാളാണ്, പണ്ടൊരു സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരാളാണ്, പണ്ട് മൂത്രക്കല്ലിൻ്റെ അസുഖങ്ങളോ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടെ യൂറിൻ ഇൻഫെക്ഷൻ വന്നു പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ ചെറുപ്രായമായി ചെറിയ രീതിയിൽ എന്തോ ഒരു കിഡ്നി പ്രശ്നം ഉണ്ടായിരുന്നു, അത് റിക്കവർ ചെയ്തു, അതിനുശേഷം ഉള്ള ജീവിതം നയിക്കുന്ന ഒരാൾ. ഇങ്ങനത്തെ ആൾക്കാരെ ഈ ഒരു 3 ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറിനെ സമീപിച്ച് ഈ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏർലി കിഡ്നി ഡിസീസ് പിക്കപ്പ് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് കിഡ്നി ഡിസീസ് അത്ര കോമൺ ആയിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷകാലത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ കിഡ്നി രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു മെയിൻ കാരണമായിട്ട്
നമ്മൾ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഏതൊരു നെഫ്രോളജിസ്റ്റിന്റെ ഒ പി എടുക്കുകയാണെങ്കിൽ ഒരു 30 പേഷ്യന്റ് ഒ പിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 25 പേഷ്യന്റും അതിൽ 30 പേഷ്യന്റ് 25 ഒരു പ്രമേഹ രോഗം കാരണം വന്ന കോംപ്ലിക്കേഷൻസ് കാരണം കിഡ്നി പ്രശ്നങ്ങളായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പം കഴിഞ്ഞ ഒരു 5-6 വർഷകാലങ്ങളുടെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്നത് പ്രമേഹ രോഗം വൃക്ക രോഗത്തിന് ഒരു മെയിൻ കാരണമായി മാറിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടത്? പിന്നെ മെയിൻ കാരണം ഷുഗർ ശരിക്കും കൺട്രോൾ ആവുന്നില്ല എന്നുള്ളത്. പലപ്പോഴും പ്രമേഹ രോഗികൾ അവരുടെ ആരോഗ്യം അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. ബ്ലഡ് ഷുഗർ ശരിക്കും കൺട്രോൾ ആക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ വർഷം കൂടുന്നതനുസരിച്ച് ചെറിയ രീതിയിൽ കിഡ്നി പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങാൻ. ആദ്യം മൂത്രത്തിൽ കുറച്ച് പത അല്ലെങ്കിൽ മൂത്രത്തിൽ എന്തെങ്കിലും നിറം വ്യത്യാസം ഇതായിരിക്കും ഉണ്ടാവുക. ചിലർക്ക് മൂത്രത്തിന്റെ അളവ് കുറയുന്ന ലക്ഷണം ഉണ്ടാവുന്നുണ്ട്. ചിലർക്ക് മുഖത്ത് കാലില് നീര് വരുന്നുണ്ട്. ചിലര് ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ കാണലുണ്ട്. ഇതൊക്കെയാണ് സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങൾ. പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടായാൽ മാത്രമേ രോഗികൾ ഡോക്ടറിന്റെ അടുത്ത് എത്തിപ്പെടുന്നുള്ളൂ. പക്ഷെ എൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് വെച്ചാൽ കാലഘട്ടങ്ങളിൽ അങ്ങനെ വരുന്ന പേഷ്യൻസിനെ വെച്ച് നോക്കുമ്പോൾ അവർ വളരെ ലേറ്റ് സ്റ്റേജിലാണ് നമ്മുടെ അടുത്തെത്തുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 ടെസ്റ്റുകൾ ഭയങ്കര ഉപയോഗപ്രദമായിരിക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയൊരു കിഡ്നി പ്രശ്നം വന്നു. അങ്ങനെ ഒരു കിഡ്നി പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? പലപ്പോഴും ഈ കിഡ്നി പ്രോബ്ലംസ് ഭയങ്കര കൂടിക്കഴിഞ്ഞാൽ ക്രിയാറ്റിൻ്റെ അളവൊക്കെ കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ലോസ് ആയിട്ട് ഒരു നെഫ്രോളജിസ്റ്റിനെ ഫോളോ അപ്പിലായിരിക്കും. അപ്പോൾ അതിലുണ്ടാവുന്നതെന്ന് വെച്ചാൽ മരുന്നുകൾ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം. അപ്പൊ അത് നിങ്ങൾ നെഫ്രോളജിസ്റ്റും നിങ്ങളുടെ ഫിസിഷ്യനും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. ചില മരുന്നുകൾ നമ്മൾ സാധാരണ വൃക്കരോഗം ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്ന പല മരുന്നുകളും വൃക്കരോഗം ഉള്ള ഒരാൾക്ക് ഡോസ് അഡ്ജസ്റ്റ് ചെയ്തോ അത് ഡോസ് കുറച്ചോ ഒക്കെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് പ്രത്യേകം നമ്മൾ നോക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും കിഡ്നി പ്രശ്നമുള്ള ആൾക്കാർ നെഫ്രോളജിസ്റ്റിന്റെയോ ഫിസിഷ്യന്റെയോ ഹെൽപ്പോടെ വേണം മരുന്നുകൾ ഉപയോഗിക്കാൻ. പിന്നെ ഷുഗറോ ഹൈ ബ്ലഡ് പ്രഷറോ ഇത് രണ്ടേ ഉള്ള ആളാണെങ്കിൽ അത് നന്നായിട്ട് കൺട്രോൾ ആക്കണം. പിന്നെ അതുകൂടാതെ വൃക്കരോഗത്തിൻ്റെതായിട്ടുള്ള കുറച്ച് മരുന്നുകൾ ഉണ്ടാവും, അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഇനി അഥവാ ഒരു പ്രാവശ്യം ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് കിഡ്നി ഡിസീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു ശതമാനം വൃക്കരോഗങ്ങളും പ്രോഗ്രസ് ചെയ്യുന്നതാണ്, മെല്ലെ 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 കൂടിക്കൊണ്ടുവരും. നമ്മൾ സാധാരണ മരുന്നുകളും കാര്യങ്ങളും ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രോഗ്രസ് ചെയ്യുന്ന സ്പീഡിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വലിയൊരു പരിധി വരെ നമുക്ക് ഈ വൃക്കരോഗത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ ചില രോഗികൾ വൃക്കരോഗം മൂർച്ഛിച്ച് ക്രിയാറ്റിനൊക്കെ വളരെ അധികം കൂടി ദേഹത്തൊക്കെ നീരൊക്കെ ഭയങ്കരമായിട്ട് കൂടി ഷോർട്ടോ അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പില്ലായ്മ, ഛർദി, അല്ലെങ്കിൽ ശരീരത്തിലെ പൊട്ടത്തിന്റെ അളവ് വളരെ കൂടുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരുന്നുകൾ കൊണ്ട് മാത്രം ചിലപ്പോൾ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് പലപ്പോഴും ഡയാലിസിസിന്റെ ആവശ്യം വരുന്നുണ്ട്. ഡയാലിസിസ് എന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നി നമ്മുടെ ശരീരത്തിലെ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി നമ്മൾ പുറത്തെ മെഷീന്റെ സഹായത്തോടെയോ അത് വേറെ വഴികളിലൂടെയോ ചെയ്യുക. എന്നുവെച്ചാൽ കിഡ്നിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ്. അപ്പൊ അതിനാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഡയാലിസിസ് എന്ന് വെച്ചാൽ ഹീമോ ഡയാലിസിസ് ആണ്. അതായത് ഒരു കത്തീറ്റർ വഴിയോ അതോ കയ്യിലെ ഒരു ഞരമ്പിലൂടെയോ രക്തം പുറത്തേക്ക് എടുത്ത് മെഷീനിലൂടെ ശുദ്ധീകരിച്ച് തിരിച്ച് ശരീരത്തിലേക്ക് കയറ്റുന്ന ആ പരിപാടിക്കാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പല ഹോസ്പിറ്റലുകളിലും ഹീമോ ഡയാലിസിസ് സൗകര്യം ലഭ്യമാണ്. പിന്നെ കുറെ ഹീമോ ഡയാലിസിസ് സെന്ററുകൾ ഉണ്ട്, അവിടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കും. പൊതുവെ ഹീമോ ഡയാലിസിസ് ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം 4 മണിക്കൂർ വീതം അങ്ങനെ ചെയ്യല്. പക്ഷെ ഇത് കൂടാതെ വേറൊരു തരം കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പിയും കൂടി ഉണ്ട്. അതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ വയറിലൂടെ ചെയ്യുന്നൊരു ഡയാലിസിസ് ആണ്. നമ്മുടെ എല്ലാവരുടെയും വയറ്റിൽ ഒരു പെരിറ്റോണിയൽ മെംബ്രെയിൻ എന്നുള്ള ഒരു ആവരണം, ഒരു ബാഗ് പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കിഡ്നി ഫെയിലിയർ ഉള്ള ആൾക്കാർ അവർക്ക് നമ്മൾ ഈ വയറിനകത്തുള്ള ഈ ബാഗിൻ്റെ അകത്തേക്ക് നമ്മളൊരു കത്തീറ്റർ എന്നുള്ളൊരു സാധനം അതിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യും.
എന്നിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ശരീരത്തിലുള്ള മാലിന്യങ്ങളും ആസിഡുകളും ആവശ്യമില്ലാത്ത ലവണങ്ങളെല്ലാം ഈ വെള്ളത്തിന്റെ അകത്തേക്ക് കേന്ദ്രീകരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് പൈപ്പ് തുറന്നു വിടുന്ന പോലെ തുറന്നു വിടും. അപ്പൊ ഈ വെള്ളം പുറത്തേക്ക് പോകുന്നതിന്റെ ഈ മാലിന്യങ്ങളും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വിടും. ഇതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഡയാലിസിസ് രോഗിക്ക് സ്വന്തമായിട്ട് രോഗിയുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതിന് ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എല്ലാ പരിപാടികളും വീട്ടിൽ നിന്ന് തന്നെ ഒരു മെഷീനിന്റെ സഹായം പോലും ഇല്ലാതെ രോഗിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതല്ലാതെ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് കിഡ്നി മാറ്റി വെക്കലാണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും 2 വൃക്കകളാണ് തന്നിട്ടുള്ളത്. പക്ഷെ ജീവിക്കാൻ, ശരീര പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് ആകെ ഒരു മതി. അതുകൊണ്ടാണ് പലരും പറയുന്നത് മറ്റേ 2 കിഡ്നി ഉള്ളത് ഒരെണ്ണം ദാനം ചെയ്യാനുള്ളത്. അപ്പം കിഡ്നി പ്രശ്നമുള്ള ആൾക്കാർ ഡയാലിസിസോ ഈ ഹീമോ ഡയാലിസിസോ പെരിറ്റോണിയൽ ഡയാലിസിസോ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ തന്നെ കിഡ്നി മാറ്റി വെക്കുക, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അതിൽ നമ്മൾ ഒരു വൃക്കദാതാവിന്റെ വൃക്ക നമ്മുടെ ശരീരത്തിൽ വെക്കും. അപ്പോൾ ആ വൃക്ക ശരീരത്തിന്റെ ഭാഗമായിട്ട് ഈ രോഗിയുടെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് പുറത്തുനിന്നുള്ള ഒരു വൃക്കയായതുകൊണ്ട് തന്നെ ആ വൃക്ക ശരീരം റിജക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് എപ്പോഴും ഉണ്ട്. അപ്പൊ അത് റിജക്റ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള മരുന്നുകളുണ്ട്, അത് കൃത്യമായിട്ട് പേഷ്യന്റ് കഴിക്കേണ്ടി വരും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു കിഡ്നി ഫെയിലിയർ വന്ന ഒരാൾക്ക് നമ്മൾ 2 ഓപ്ഷൻ കൊടുക്കുകയാണ്, ഒന്നെങ്കിൽ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ്. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും ട്രാൻസ്പ്ലാന്റ് ആണ്. കാരണം ഒരു വൃക്ക സ്വന്തം ശരീരത്തിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതോ നമ്മളൊരു മെഷീന്റെ സഹായത്തോട് ഡയാലിസിസ് ചെയ്യുന്നതോ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതോ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു വൃക്കയാണ് സുപ്പീരിയർ. അപ്പൊ പലപ്പോഴും നമ്മൾ വളരെ ചെറുപ്രായക്കാരാണെങ്കിൽ എപ്പോഴും സജസ്റ്റ് ചെയ്യുക നിങ്ങൾ ഡയാലിസിസിലേക്ക് പോകുന്നതിനെക്കാട്ടും നല്ലത് ട്രാൻസ്പ്ലാന്റ് ഓപ്ഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലത്തെ ആൾക്കാരെല്ലാം ആദ്യം കുറച്ചു കാലം നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്ത ആളെ ആക്കിയതിനു ശേഷം നമ്മൾ നേരിട്ട് ട്രാൻസ്പ്ലാന്റിലേക്ക് പോവുകയാണ് ചെയ്യല്. ട്രാൻസ്പ്ലാന്റ് സൗകര്യം കോഴിക്കോട് നോക്കുകയാണെങ്കിൽ സ്ഥലങ്ങളിലാണുള്ളത്. ഒന്ന് ഗവൺമെന്റ് സെക്ടറിലുണ്ട്, ഒന്ന് പ്രൈവറ്റ് സെക്ടറിലുണ്ട്. ഇതിലാകെ എന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റിന് തടസ്സമായി നിൽക്കുന്ന ഒരു മെയിൻ കാര്യം നമുക്ക് അവയവങ്ങൾ ലഭ്യമാണെന്നുള്ളത്. പലപ്പോഴും നമ്മുടെ രോഗിയുടെ ഉറ്റവരോ രോഗിയുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവോ ആയിരിക്കും കിഡ്നി കൊടുക്കുക. അങ്ങനെ കിഡ്നി കൊടുക്കുമ്പോൾ അത് കറക്റ്റ് മാച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സ്വീകരിക്കാനാവൂ. പലപ്പോഴും നല്ല മാച്ച് അല്ലാത്ത വൃക്കകളുള്ള ഡോണേഴ്സ് ഉള്ള കുടുംബങ്ങളാണെങ്കിൽ നമുക്കത് പലപ്പോഴും ട്രാൻസ്പ്ലാന്റ് സക്സസ് ആവലില്ല. ചെയ്യാൻ പറ്റുവാണെങ്കിൽ പോലും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡോണർ പൂൾ കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊരു തരം ട്രാൻസ്പ്ലാന്റും കൂടി, അതായത് ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും. അതായത് എന്തെങ്കിലും ആക്സിഡന്റിലൂടെയോ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് കാരണമോ മരണപ്പെടാൻ പോകുന്ന രോഗിയുടെ വൃക്ക അവരുടെ കുടുംബാംഗങ്ങൾ സിക്കുകയാണെങ്കിൽ അത് നമുക്ക് വൃക്ക രോഗികളിലേക്ക് മാറ്റിവെക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ആയിട്ട് രജിസ്ട്രികളുണ്ട്. അപ്പൊ ഇതുപോലെ വൃക്ക പൂർണ്ണമായി തകരാറായിട്ടുള്ള ആൾക്കാർ, നല്ല ഡോണറുകൾ ഇല്ലാത്ത ആൾക്കാർ, അവർക്ക് ഈ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാം. അത് ഈ ഗവൺമെന്റ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെല്ലാം ലഭ്യമാണ്. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കിഡ്നി ഗവൺമെന്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അത് പ്രയോറിറ്റി അനുസരിച്ച് ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം നോക്കി ഓരോ രോഗിക്ക് അവർ ഓഫർ ചെയ്യും. അപ്പം ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ പണ്ട് ഒരു 50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കിഡ്നി രോഗവും ഇപ്പം നമുക്ക് കിഡ്നി രോഗങ്ങളെ പറ്റി അറിയുന്ന ആ ഒരു നോളജും വളരെ വ്യത്യാസമാണ്. 50 വർഷം മുമ്പ് ചികിത്സ ഉണ്ടാവാതിരുന്ന പല രോഗങ്ങൾക്കും ഇപ്പം ചികിത്സ ലഭ്യമാണ്. ഒരു നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ പല കിഡ്നി രോഗങ്ങളും രോഗികൾക്ക് ഡെത്ത് സെന്റൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മുമ്പുണ്ടായിരുന്ന ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള പല രോഗങ്ങളും ഇപ്പൊ ചികിത്സ ലഭ്യമാണ്. പുതിയ പുതിയ മരുന്നുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം സാധ്യമായത് ഒരു ഏരിയയിൽ
കിഡ്നി രോഗത്തിനെ പറ്റിയിട്ടുള്ള പഠനം മുന്നോട്ട് പോയത്. അതാണ് കിഡ്നി ബയോപ്സി. പലപ്പോഴും കിഡ്നി പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് രീതിയാണ് കിഡ്നി ബയോപ്സി. കിഡ്നി ബയോപ്സി എന്ന് വെച്ചാൽ രോഗിയുടെ കിഡ്നിയിൽ നിന്ന് ഒരു ചെറിയൊരു സൂചി കടത്തി അത് ചെറിയൊരു ഭാഗം എടുത്ത് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് പരിശോധിച്ച് എന്താണ് രോഗം എന്ന് കണ്ടുപിടിച്ച് അത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനാണ് കിഡ്നി ബയോപ്സി എന്ന് പറയുന്നത്. കിഡ്നി ബയോപ്സിയും അതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന വിവരവും ഇപ്പൊ കഴിഞ്ഞ ഒരു 50 വർഷത്തിന്റെ ഇടയിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഓരോ വൃക്കരോഗങ്ങളെ പറ്റിയിട്ടും കൂടുതൽ അറിയാം, അതിനെ ചികിത്സിക്കണം എന്നുള്ളത് അറിയാം. അപ്പം കുറെ ഓപ്ഷൻസ് നമുക്ക് കൂടിയിട്ടുണ്ട്. പലപ്പോഴും ഒരു കിഡ്നി ഡിസീസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ നെഫ്രോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളോട് ജസ്റ്റ് ചോദിക്കുക ഇതായിരിക്കും, ഒരു കിഡ്നി ബയോപ്സി ചെയ്യാനുണ്ടെന്ന്. പണ്ട് കാലത്തൊക്കെ ബയോപ്സി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അൾട്രാസൗണ്ട് ഗൈഡഡ് റീനൽ ബയോപ്സിയാണ്. അതായത് അൾട്രാസൗണ്ടിന്റെ സഹായത്തോടെ നമ്മൾ കറക്റ്റ് ആ നീഡിൽ താഴേക്ക് പോകുന്നത് നമുക്ക് സ്ക്രീനിൽ നോക്കി കറക്റ്റ് കിഡ്നിയുടെ മേലെ കൊണ്ടുവന്ന് ബയോപ്സി ചെയ്യുന്ന പരിപാടി. അങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ പ്രൊസീജിയർ ഭയങ്കര സേഫ് ആവുകയാണ്, സ്മൂത്ത് ആവുകയാണ്. അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസിന്റെ അളവ് ഭയങ്കര കുറയാണ്. സാധാരണ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ബ്ലീഡിംഗ് ആണ്. പക്ഷേ ഈ ബ്ലീഡിംഗ് ഉള്ള കോംപ്ലിക്കേഷന്റെ റിസ്ക് നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡഡ് റീനൽ. അപ്പൊ ഇതായിരുന്നു കിഡ്നി ഡിസീസിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ഓവർവ്യൂ. ദാറ്റ്സ് ഓൾ. അപ്പോൾ താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഹോപ്പ് I was useful to the public and community. But thank you very much.